ചേച്ചിയില് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അഭിമാനം തോന്നിയ അല്ലെങ്കിൽ കണ്ണു നിറഞ്ഞു പോയ ഈ സിനിമാ ജീവിതം ഒന്നും വേണ്ട, എനിക്ക് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനന്ന് 4th പൊന്നുണ്ണി 2nd അപ്പോൾ ഞാനിങ്ങനെ ബസ്സിലാണ് നമ്മൾ പോകുന്നത്, സ്കൂൾ ബസ്സിൽ. അപ്പോൾ എപ്പോഴും ഞാൻ തല്ലുപിടിക്കും. അവിടെ ഒരു സ്ഥിരമായിട്ടൊരു സീനിയർ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഞാനും ആ കുട്ടിയുടെ എപ്പോഴും അടിപിടിക്കുക. അപ്പോൾ ആ കുട്ടി ഞാനായിട്ട് ഒരു പ്രാവശ്യം ശരിക്കും തല്ല് പിടിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് പൊന്നുണ്ണി അന്ന് 2nd അവനിങ്ങനെ എന്താ ആരാ എൻ്റെ ചേച്ചീനെ ഇത് ചെയ്യുന്നത്, നിങ്ങളൊന്നും അധികം കളിക്കൊന്നും വേണ്ട, ഹൂ ഐ യു ടു സേ ദാറ്റ് ഭയങ്കര അവനെ ഈ ഇത്ര പോകുന്ന ചെറുക്കിന് ഇത്ര വലിയ സംസാരം. സംസാരിച്ചല്ലോ, അത് കഴിഞ്ഞിട്ടുള്ള സീനൊന്നും പറയണ്ട. ഇടിച്ച് ചുരുട്ടിക്കൂട്ടിയത് മിഥുനോ നീ പൊക്കി പറയും, നീ ഉണ്ടാക്കി പറഞ്ഞോ. ഇതേപോലെ മനസ്സിൽ തട്ടി എന്തെങ്കിലും സംഭവങ്ങള്? മനസ്സിൽ തട്ടി കണ്ണ് നിറയിക്കാൻ മാത്രം ചേച്ചി എനിക്ക് അങ്ങനെ ചെയ്തു തന്നിട്ടില്ല. ഇനി ചെയ്യട്ടെ, ഞാൻ പറയാം അടുത്ത പ്രാവശ്യം. ഇനി അവർ അവസരം ഉണ്ടാക്കട്ടെ എന്നാണ് പറയുന്നത്. എന്തായാലും എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതേപോലെ ഇപ്പോ സ്കൂളിൽ തല്ലി പിടിച്ചോളൂ ഏതെങ്കിലും സെറ്റിൽ നിങ്ങൾ തല്ലി പിടിച്ചിട്ടുണ്ടോ? നിങ്ങൾ പരസ്പരമല്ല വേറെ ഒരു നടിയുമായിട്ട്? ഇതുവരെ അങ്ങനെ അവസരം വന്നിട്ടില്ല. ഇനി അവസരം കിട്ടുകയാണെങ്കിൽ അല്ല, നമ്മൾ റെഡ് ചില്ലീസിലൊക്കെ ചെയ്തപ്പോ അവിടെ എത്ര അവിടെ ഒരു തല്ലുകള ചെല്ല. അപ്പൊ ഞാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഇപ്പോഴും കാരണം അത് കുറെ സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് ന്യൂസ് പോയ അടിപിടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും എന്റെ അടുത്താണ് വന്ന് പരദൂഷണം. അപ്പൊ എല്ലാരും എന്റെ അടുത്ത് വരുമ്പോ ഞാൻ പറയുമായിരുന്നു അവൾ അങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പെൺകുട്ടികളെക്കാളും സൗഹൃദം കൂടാൻ ആൺകുട്ടികൾക്കാണോ? അല്ല നമ്മൾ ഈ വഴക്കും എല്ലാ കുട്ടികളും അല്ല, ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ബോയ്സിന്റെ ഇടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര സിൻസിയർ ആയിട്ട് എനിക്ക് എന്ത് പറയുന്നു മോനെ മിഥുൻ? അപ്പൊ ഗേൾസ് ആയിരിക്കും നല്ല അല്ലേ? ഗേൾസ് ആയിരിക്കും. ഗേൾസ് നല്ല ഫ്രണ്ട്, അത് അവരുടെ സ്വഭാവം. നിങ്ങളുടെ പ്രൊഫഷണൽ കാര്യങ്ങളിലോട്ട് വരുകയാണെങ്കിൽ മിഥുൻ ഒരു കാര്യം ചെയ്യാം, ആ അഭിനയിച്ച തമിഴ് പടത്തിലെ ഒരു 2 വരി ഏതെങ്കിലും ഒരു പാട്ടങ്ങ് പാട്. പേടിപ്പിക്കുന്നെന്തിനാ? ഭൂമിയെയും സുത്തി വരുവേ വാനത്തയ എട്ടിപ്പുടിപ്പേ ഭൂമിയെയും സുത്തി വരുവേ ഓ കണ്ണുക്കുഴി അഴകിനിൽதான் ஏ கல்பனைய நான் வளர்த்தேன் ஓ நெஞ்சுக்குழி மீது தாண்டி ஏ நிம்மதிய நான் புதைச்சேன். ഭയങ്കര ഇമോഷണൽ ആവുന്നു. അതേപോലെ ബ്ലാക്ക് ബട്ടർഫ്ലൈയില് കണ്ണ് നിറഞ്ഞു പോകേണ്ട സീനുകളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, ബുദ്ധിമുട്ടിയോ ആ സമയത്ത്? അത് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്തു? അവന്റെ കരച്ചിലേണ്ട എന്റെ അമ്മയ്ക്കാ ബുദ്ധിമുട്ടായത്. അമ്മയാണ് സങ്കടപ്പെട്ട. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് ഡബിങ്ങിന് പോയപ്പോ കുറച്ച് പോലീസ് സ്റ്റേഷനിലെ സീക്വൻസ് ഒക്കെ ഉണ്ട്, ഇടി ബഹളമൊക്കെ. അവന്തിക എന്ന് പറഞ്ഞാൽ രഞ്ജിത്ത് അങ്കിളുടെ മോള്. അപ്പൊ അവർ രണ്ടുപേരും കണ്ടിട്ട് ഇതിനകത്ത് ഒത്തിരി താരങ്ങളുടെ രഞ്ജിത്ത് അങ്കിളിന്റെ മോള് കാണാൻ വന്നതാണ്. ഭയങ്കര ആക്റ്റീവ് ആട്ടോ. ഒരു മനസ്സിൽ തട്ടി പറഞ്ഞ ഡയലോഗ് ഒന്ന് പറയാം, എന്റെ ഒരു ആഗ്രഹം. അതില് സോഫ്റ്റ് ആയിട്ട് അഭിനയിക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ ഇപ്പത്താൻ സൊൽവാർതി ഉന്നെ പാക്കാമ ഉൻകിட்ட பேசாம என்னால இருக்க முடியல. உங்கள் அப்பா என்ன எத்தனை திட்டினாலும் எனக்கு பரவாயில்ல. அவள் செய்த காரியத்தில் அவன் மேலே ஒரு நியாயம் இருக்குது. ஆனால் அந்த நீ ஒரு தடவை எனக்கு கெமிஸ்ட்ரி சொல்லிக் கொடுத்து தெரியுமா? அதுக்கப்புறம் தான் எனக்கு படிப்பு மேலே ஒரு ஆசை, ஒரு பிடிப்பு எல்லாமே வந்தது. அதுக்கு நன்றி கடனா நீ இந்த கிஃப்ட் கண்டிப்பாக ஏற்றுக்கணும். സൂപ്പർ സൂപ്പർ കണ്ണേ സൂപ്പർ മോനെ, കലക്കി മോനെ നീ. എന്ത് രസമായിട്ട് അത് ഒരു മടിയും കൂടാണ്ട് രസമായിട്ട് തന്നെ പറഞ്ഞു കേട്ടാ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഈ കുമ്പസാരം കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ വിശ്വസിച്ചാണ് ആൽബി. പക്ഷെ ഇനിയില്ല, ഞാൻ പോവാ. ബൈ. It's unbelievable and it's truly emotional and it's very നീ മഞ്ഞു മൂടുമി നവരംഗ സന്ധ്യയിൽ മൃദുലേ മധുചുംബനങ്ങളിൽ. Joy Alucas Rhythm.